ഹരേ കൃഷ്ണ. മഹാഭാരതം ഗദ്യരൂപത്തിൽ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. സംഭവപർവം 1 പീഠിക. കലിയുഗം ആരംഭിച്ച് 1.5 ശതാബ്ദം കഴിഞ്ഞപ്പോൾ ശൗനക മഹർഷിയും അദ്ദേഹത്തെ പോലെ ദൈവജ്ഞരായ മറ്റു കുറേ മുനികളും ചേർന്ന് കലികാല ദോഷശാന്തിക്കു വേണ്ടി ഗോമതീ നദീതീരത്തുള്ള നൈമിശാരണ്യം എന്ന പുണ്യവനത്തിൽ വെച്ച് 12 വർഷങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന ഒരു മഹായജ്ഞം ആരംഭിച്ചു. ഈ ശൗനകനാരാണ്? ബ്രഹ്മപുത്രനായ ഭൃഗുവിന്റെ നന്ദനനായ ച്യവന മഹർഷിക്ക് പ്രമതി എന്ന ഒരു തനയനുണ്ടായി. ആ പ്രമതിയും താപസനായി തീർന്നു. അദ്ദേഹത്തിന് ഘൃതാജി എന്ന അപ്സരനാരിയിൽ രുരു എന്നും ശുനകൻ എന്നും 2 പുത്രന്മാർ ജനിച്ചു. അവരിൽ ശുനകന്റെ പുത്രനാണ് ശൗനകൻ എന്ന പ്രസിദ്ധനായ മുനി. യാഗത്തിൽ പങ്കുകൊള്ളാനായി ലോമഹർഷണസൂതന്റെ പുത്രനായ ഉഗ്രശ്രവസ് എന്ന സൂത പൗരാണികനും സന്നിഹിതനായി. ബ്രാഹ്മണ വനിതയിൽ ക്ഷത്രിയനുണ്ടാകുന്ന പുത്രനെയാണ് സൂതൻ എന്ന് വിളിച്ചു വന്നിരുന്നത്. ഏതു കാര്യവും പ്രഥമ ശ്രവണമാത്രയിൽ തന്നെ ഹൃദിസ്ഥമാക്കാനും അതേപടി മറ്റൊരാളെ പറഞ്ഞു കേൾപ്പിക്കാനും അദ്ദേഹത്തിനുണ്ടായിരുന്ന അപാരമായ കഴിവും സാമർഥ്യവും കൊണ്ടാണ് ഉഗ്രശ്രവസ് എന്ന പേര് അദ്ദേഹത്തിന് സിദ്ധിച്ചത്. വേദവ്യാസന്റെ ഒരു പ്രധാന ശിഷ്യനുമായിരുന്നു അദ്ദേഹം. വ്യാസന്റെ എല്ലാ പുരാണങ്ങളും അദ്ദേഹത്തിന് നാവിന്മേൽ പാഠമായിരുന്നതുകൊണ്ട് സൂത പൗരാണികൻ എന്നും അദ്ദേഹത്തെ വിളിച്ചു വന്നിരുന്നു. ശൗനകാദി മുനിജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വീകരിച്ച് പൂജ്യാസനം നൽകി ഇരുത്തി സൽക്കരിച്ചതിനു ശേഷം കലിമാലിന്യം അകലത്തക്ക വിധമുള്ള ഒരു സൽക്കഥ പറഞ്ഞു കേൾപ്പിക്കുവാൻ അപേക്ഷിച്ചു. സൂതൻ പറഞ്ഞു: മഹശ്രീ ശ്രേഷ്ഠന്മാരെ, ഹസ്തിനപുരം ചക്രവർത്തിയായിരുന്ന ജനമേജയന് വ്യാസശിഷ്യനായ വൈശമ്പായനൻ ഉപദേശിച്ച ഭാരതം കഥയാണ് ഇപ്പോൾ ഇവിടെ പറയാൻ കൊള്ളാവുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. പാർത്ഥപൗത്രനായിരുന്ന പരീക്ഷിത്ത് മഹാരാജാവിനെ തക്ഷകൻ എന്ന സർപ്പരാജൻ കടിച്ചുകൊന്ന വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പുത്രനായ ജനമേജയ മഹാരാജാവ് ഒരു സർപ്പസത്രം നടത്തി. നാഗങ്ങളെ മുഴുവനും നശിപ്പിക്കുവാൻ തുടങ്ങി. ആ യാഗത്തിന് വേദവ്യാസ മഹർഷി തന്റെ ശിഷ്യനായ വൈശമ്പായനും ഒരുമിച്ച് അവിടെ സന്നിഹിതനായിരുന്നു. തത്സമയം മഹാരാജാവ് വ്യാസമുനിയോട് പുണ്യപ്രദമായ ഒരു സൽക്കഥ അരുളി ചെയ്ത് ആനന്ദിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു. ഗുരുഭൂതൻ ശിഷ്യനായ വൈശമ്പായനോട് മഹാഭാരതം കഥ പറഞ്ഞു കേൾപ്പിക്കുവാൻ ആജ്ഞാപിച്ചിട്ട് അവിടെ നിന്നും അന്തർധാനം ചെയ്തു. ഗുരുനാഥന്റെ ആജ്ഞ അനുസരിച്ച് വൈശമ്പായനൻ വിശിഷ്ടവും 5-ാം വേദവുമായ ഭാരതം കഥ മുഴുവനും അവിടെ വിസ്തരിച്ചു. ആ സമയം ആ മഹൽ സദസ്സിൽ ഞാനുമുണ്ടായിരുന്നതുകൊണ്ട് ആ പുണ്യകഥ ശ്രവിക്കുവാനുള്ള ഭാഗ്യം എനിക്കും സിദ്ധിച്ചു. ആ കഥ എന്നാലാവുന്ന വിധം സംക്ഷിപ്തമായി നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. അനന്തരം സൂതൻ ദൈവത്തെയും വിശിഷ്യ ശ്രീകൃഷ്ണ ഭഗവാനെയും വേദവ്യാസ ഗുരുനാഥനെയും ധ്യാനിച്ച് മുമ്പിലിരിക്കുന്ന മുനിജനങ്ങളെ വണങ്ങി ഗണനാഥനെയും സരസ്വതിയെയും മനസ്സിൽ കണ്ട് പൂജിച്ച് കഥാകഥനം ആരംഭിച്ചു. കൂടുതൽ കേൾക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഫേസ്ബുക്ക് ചാനലില്ല, യൂട്യൂബിൽ മാത്രമേ ചാനലുള്ളൂ. ഹരേ കൃഷ്ണ.